പിന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ ഫാമിലി വ്ളോഗായിട്ട് ഇവള് കുറെ എടുക്കലുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ചിരിച്ച് കാണിക്കും, ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. ഹലോ ഗെയ്സ് പറയുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കൂലേ, അല്ലാണ്ട് അതിലിടപെടാറില്ല. അതെ, ഇനി ഇടപെടണം. പിന്നെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ കുറച്ച് വ്യൂസും കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യമായി. അപ്പൊ എൻ്റെ ഒരു കസിൻ, ഞങ്ങളെ കാണാനും ആളുകളുണ്ടല്ലോ. അതെ, എൻ്റെ ഒരു കസിൻ കൂടെ വന്നപ്പോൾ അവൾക്കും താല്പര്യം ഞങ്ങളൊപ്പം ചെയ്യാം, ഞങ്ങൾക്കും താല്പര്യം അവളൊപ്പം ചെയ്യാം. അപ്പം ഞങ്ങളുടെ ആ ഒരു കോംബോയും എല്ലാവർക്കും ഇഷ്ടമുള്ള ഞങ്ങള് എന്ത് ചെയ്തു, ഒരു ഉമ്മ മകൻ മരുമകൾ എന്തൊരു കോംബോ കുറച്ച് സാധനം ചെയ്തു. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അതും നല്ല ക്ലിക്കായി, അത്യാവശ്യം ക്ലിക്കായി. അത്യാവശ്യം ഞങ്ങളെ സംബന്ധിച്ച് മില്യണൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് മില്യൺ അടിക്കുന്നത് നമ്മുടെ തന്നെയാണ്, കുട്ടിയുടെ ഞങ്ങളുടെ തക്കുടുവിന്റെ ഫസ്റ്റ് മില്യൺ അടിക്കുന്നത്, കണ്ണെഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഞങ്ങളുടെ വായിൽ ചെറുനാരങ്ങ തിരികെ കിടന്നുറങ്ങാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഓഡിയൻസിന് മനസ്സിലാവും. അല്ല, ഞങ്ങൾ ബംഗാളിലെ സാധാരണ കുടുംബ. അല്ല, ഞാൻ വളരെ വിഷമകരമായൊരു കാര്യം പറയട്ടെ. 4 വർഷമായിട്ട് വീഡിയോ ചെയ്ത് കിട്ടുന്നതൊക്കെ 1000 വ്യൂ അങ്ങനെയാകുമ്പോ ആർക്കാണ് ചടക്കാത്തത് അല്ലേ? എനിക്ക് ചടക്കൂല, ഞാനൊരു പ്രത്യേകതര ജീവിയാണ്. അല്ലല്ല, ഞാൻ അത്രയും കാലം യൂട്യൂബിന് ഇങ്ങനെ തള്ളി കൊണ്ടുവന്നോണ്ടാണ് തോന്നുന്നത് യൂട്യൂബിന് എന്നോട് എന്തോ വൈരാഗ്യം, എന്തോ ദേഷ്യമുണ്ട്. യൂട്യൂബ് എണ്ണച്ചിക്ക് എന്തോ ദേഷ്യമുണ്ട് എന്നോട്. പിന്നെ കാക്കുവോ, വേറൊരു സംഭവം, ഒരു അശരീരി പോലെ ഞാൻ അങ്ങനെ കേട്ടതായിരുന്നു. ഇപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാണ്ടാണെന്ന്. അങ്ങനെ നമുക്ക് താല്പര്യം ഇല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലേ? എസ്പെഷ്യലി നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക്. ഐ മീൻ കുറച്ച് കമന്റ്സ് ഇതില് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നുകൊണ്ട് പറയാണ്, ബി സീരിയസ്. പിന്നെ സീരിയസ് ആവാൻ പറ്റില്ല. പിന്നെ എന്താ പറയാ, പേഴ്സണലായിട്ടും അല്ലാതെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴി ചോദിക്കലുള്ളതാണ്. എന്ത്, നിനക്ക് താല്പര്യമില്ലാതാണോ അവർ ചെയ്യണത്, അവർക്ക് താല്പര്യമാണ് നിങ്ങൾ ചെയ്യണത്, നിങ്ങൾക്ക് രണ്ടാക്കും താല്പര്യം ആയിട്ടാണോ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഇന്നറിഞ്ഞവർക്ക് അറിയാം ഗൈസ്. ഞാനൊരു പഞ്ചപാവും സുന്ദരനും സുമുഖനും സുശീലനും അതിലുപരി സൽഗുണ സമ്പന്നനും ഡേഞ്ചർ ഫേസ്. പിന്നെ അപ്പോൾ എന്താ പറയാ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. എനിക്ക് പറയാനുള്ളത്,